ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇംഗ്ലീഷ് ഇംഗ്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം ടീച്ചർ കൈകാര്യം ചെയ്യുന്നത് 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന പാഠമാണ്. അപ്പോൾ ആ പാഠത്തിൻ്റെ സമ്മറിയാണ് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത്. SSLC പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ് ദ സ്നേക്ക് ആൻഡ് ദി മിറർ. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും എന്ന് നമുക്ക് നോക്കാം. സ്നേക്ക് ആൻഡ് ദ മിററിൽ നിന്ന് ആദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് നരേറ്റ് ദ സ്റ്റോറി ഓഫ് സ്നേക്ക് ആൻഡ് ദി മിറർ എന്ന ചോദ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് വരും, എക്സ്പ്ലെയിൻ ദ സ്റ്റോറി ഓഫ് സ്നേക്ക് ആൻഡ് ദ മിറർ. ചിലപ്പോൾ പറയാം ഹോമിയോപ്പതി ഈസ് നരേറ്റിംഗ് ദ സ്റ്റോറി ഓഫ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ. അപ്പോഴും ഇതേ ആൻസർ തന്നെയാണ് എഴുതേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് suppose you are the homeopath and you are narrating the story of the snake and the mirror. അപ്പോൾ മാത്രം നിങ്ങൾ ഐ എന്ന് വെച്ചിട്ട് എഴുതുക. ദ ഹോമിയോപ്പത്തിന് പകരം ഐ എന്ന് വെച്ചിട്ട് എഴുതുക. ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും ഈ സമ്മറി തന്നെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ ലഭിക്കുന്നതാണ്. The Snake and the Mirror. The Snake and the Mirror is a short story written by the famous Indian novelist വൈക്കം മുഹമ്മദ് ബഷീർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ സ്നേക്ക് ആൻഡ് ദി മിറർ. അപ്പോൾ ഇവിടെ ഇന്ത്യൻ നോവലിസ്റ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളം നോവലിസ്റ്റ് എന്നും വെക്കാം, അല്ലെങ്കിൽ ഫേമസ് നോവലിസ്റ്റ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ സ്നേക്ക് ആൻഡ് ദ മിറർ എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ ആണെന്നുള്ള ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണം. അദ്ദേഹം ഒരു മലയാളിയാണ്, അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വസ്തുതയാണ്. In this short story, the author humorously narrates the encounter of a young homeopath with a snake that landed right on his shoulder. ഈ ഷോർട്ട് സ്റ്റോറിയിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്ത് കാര്യം? ഓതർ ഹ്യൂമറസ്ലി നരേറ്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല In this short story, the author humorously narrates the encounter of a young homeopath with a snake that landed right on his shoulder. ഹോമിയോപ്പതിൻ്റെ ഷോൾഡറിൽ വീണ സ്നേക്കിനെ കുറിച്ചുള്ള ഒരു രസകരമായിട്ടുള്ള ഇൻസിഡൻറ്റ് അദ്ദേഹം നല്ല ഹ്യൂമറസ്ലി, അതായത് നല്ല സരസമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. നരേറ്റ്സ് എന്ന് പറഞ്ഞാൽ വിവരിക്കുന്നത്, എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ സ്നേക്കുമായിട്ടുള്ള ആ കൂടിക്കാഴ്ച, അതിനെയാണ് പറയുന്നത്. ഓക്കെ, ത്രൂ ദിസ് സ്റ്റോറി ബഷീർ റിവീൽസ് ഹിസ് കൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ ലവ് ടുവേർഡ്സ് ഓൾ ക്രീച്ചേഴ്സ്. ഈ സ്റ്റോറിയിലൂടെ അദ്ദേഹം എന്താ പറയുന്നത്? ബഷീർ പറയുന്നത് ഹിസ് കൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ ലവ് ടുവേർഡ്സ് ഓൾ ക്രീച്ചേഴ്സ്, നമ്മുടെ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളോടുമുള്ള സ്നേഹം, അതിനെക്കുറിച്ചാണ് ഈ സ്റ്റോറിയിൽ അദ്ദേഹം പറയുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ തുല്യമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഈ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും സമമാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി അദ്ദേഹം മുന്നിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ഈ കൺസെപ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഏത് കൺസെപ്റ്റാണ്? യൂണിവേഴ്സൽ ലവ്. ത്രൂ ദിസ് സ്റ്റോറി ബഷീർ റിവീൽസ് ഹിസ് കൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ ലവ് ടുവേർഡ്സ് ഓൾ ക്രീച്ചേഴ്സ്. ഓൾ ക്രീച്ചേഴ്സ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാലും ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ഇൻ എ കോൺവേഴ്സേഷൻ എമംഗ് ഫ്രണ്ട്സ് എ ഹോമിയോപ്പത്ത് നരേറ്റ്സ് ആൻ അൺഫോർഗറ്റബിൾ ഇൻസിഡൻറ്റ്. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് എപ്പോഴാണ് അദ്ദേഹം വിവരിക്കുന്നത്? ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള ഒരു കോൺവെർസേഷനിലാണ്, ഒരു സംഭാഷണത്തിലാണ്. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. അപ്പോൾ അദ്ദേഹം വിവരിക്കുകയാണ് കേട്ടോ. ഏത് സമയത്താണ്? സമ്മർ നൈറ്റിലാണ്. ഏകദേശം എത്ര മണിയായിട്ടുണ്ടാകും? 10 o'clock. ആഫ്റ്റർ സപ്പർ ദ ഡോക്ടർ റിട്ടേൺ ടു ഹിസ് റെൻറ്റഡ് റൂം. ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ റെൻറ്റഡ് റൂമിലേക്ക് പോയി. അപ്പോൾ സ്വന്തമായിട്ടുള്ള ഒരു വീടല്ല, അദ്ദേഹം ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ റൂമിലേക്ക് അദ്ദേഹം പോയി. The house was not electrified and it was full of rats. എന്തുകൊണ്ടായിരിക്കാം full of rats? ഒന്നാമത്തെ കാരണം ആ വീട് ഇലക്ട്രിഫൈഡ് അല്ല, വൈദ്യുതി ആ വീട്ടിലില്ല.
He had just started his medical practice and his earnings were meager. മീഗർ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏർണിങ്സ്, അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം വളരെ തുച്ഛമാണ്. ഹി കുഡ് ഹിയർ ദ സൗണ്ട് ഓഫ് റാറ്റ്സ്. അദ്ദേഹത്തിന് മുകളിൽ നിന്ന് സൗണ്ട് ഓഫ് റാറ്റ്സിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. ഹി കുഡ് ഹിയർ ദ സൗണ്ട് ഓഫ് റാറ്റ്സ്. തുടർന്ന് നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ഹോമിയോപത്സ് ഡ്രീം ആൻഡ് എംബിഷ്യൻസ് വേർ ഇൻ കോൺട്രാസ്റ്റ് ടു ഹിസ് സിറ്റുവേഷൻസ്. ഹോമിയോപതിൻ്റെ ഡ്രീമും അദ്ദേഹത്തിൻ്റെ എംബിഷ്യൻസും സിറ്റുവേഷനായിട്ട് ചേരാത്തതാണ്. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഡ്രീമോ വളരെ വലുതാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഡ്രീം? ഹി വാണ്ടഡ് ടു മാരി എ ഫാറ്റ് ലേഡി ഡോക്ടർ ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി. ധാരാളം പൈസയുള്ള ഒരു ലേഡി ഡോക്ടറിനെ കല്യാണം കഴിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. വൈൽ തിങ്കിങ് അബൌട്ട് ഹിസ് ഫ്യൂച്ചർ വൈഫ്, അദ്ദേഹം ഫ്യൂച്ചർ വൈഫിനെ കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ എന്തുണ്ടായി? എ ഫാറ്റ് സ്നേക്ക് ലാൻഡഡ് ഓൺ ഹിസ് ഷോൾഡർ. എ ഫാറ്റ് സ്നേക്ക്, ഒരു വലിയ പാമ്പ്, ലാൻഡഡ് ഓൺ ഹിസ് ഷോൾഡർ. ഫെൽ ഓൺ ഹിസ് ഷോൾഡർ എന്ന് പറഞ്ഞാലും ഇവിടെ ശരിയാണ് കേട്ടോ. അപ്പോൾ ലാൻഡഡ് എന്നും നിങ്ങൾക്ക് പറയാം, ഫെൽ ഓൺ ഹിസ് ഷോൾഡർ എന്നും പറയാം. നെക്സ്റ്റ് പാരഗ്രാഫ്. എന്തുണ്ടായി? ഹോമിയോപത് കുഡിൻറ്റ് മൂവ് ഓർ ക്രൈ. അദ്ദേഹം ഷോക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? ഹോമിയോപത് വാസ് ഷോക്ക്ഡ് എന്ന് പറയാം. ഹോമിയോപത് കുഡിൻറ്റ് മൂവ് ഓർ ക്രൈ. അദ്ദേഹത്തിന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല. ദ സ്നേക്ക് കോയിൽഡ് അറൗണ്ട് ഹിസ് ലെഫ്റ്റ് ആം. എന്താണ് പ്രശ്നം? സ്നേക്ക് ഇങ്ങനെ ലെഫ്റ്റ് ആമിൽ ചുരുണ്ടിങ്ങനെ കൂടിയിരിക്കുകയാണ്. ഇറ്റ്സ് ഹൂഡ് വാസ് സ്പ്രെഡ് ഔട്ട്. Its head was only 4 inches from his face. ആ മുഖത്ത് നിന്ന് ഒരു 4 ഇഞ്ച് വ്യത്യാസത്തിലാണ് അതിൻ്റെ ഹെഡ് നിൽക്കുന്നത്. He met death face to face. അദ്ദേഹം മരണത്തെ മുഖാഭിമുഖം കാണുകയാണ്. ഓക്കെ. ഹുഡ് വാസ് സ്പ്രെഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പത്തിങ്ങനെ വിരിച്ചിട്ട് പിടിച്ച് നിൽക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്നും 4 ഇഞ്ച് വ്യത്യാസത്തിലാണ് ആ പാമ്പ് നിൽക്കുന്നത്. ആഫ്റ്റർ സം ടൈം ദ സ്നേക്ക് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. ആ സ്നേക്ക് എന്ത് ചെയ്തു? മിററിലേക്ക് പെട്ടെന്ന് നോക്കി. മിററിൽ അതിൻ്റെ റിഫ്ലക്ഷൻ അത് കണ്ടു, കണ്ണാടിയിൽ. ഇറ്റ് വാസ് ക്യാപ്ചേർഡ് ബൈ ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. അതിൻ്റെ തന്നെ ബ്യൂട്ടിയിൽ, സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി. ഇറ്റ് മൂവ്ഡ് ടുവേർഡ്സ് ദ മിറർ. അത് മിററിൻ്റെ അടുത്തേക്ക് നീങ്ങി വന്നു. ദ നരേറ്റർ ഗോട്ട് അപ്പ് ഫ്രം ദി ചെയർ ആൻഡ് റൺ ഔട്ട്. ആ സമയം നോക്കി ഈ നരേറ്റർ, ദ ഹോമിയോപത് എന്ന് പറഞ്ഞാലും ശരിയാണ്, ഹോമിയോപത് ഗോട്ട് അപ്പ് ഫ്രം ദി ചെയർ ആൻഡ് റൺ ഔട്ട്. വേഗം കസേരമിൽ നിന്ന് എണീറ്റ് ഓടി. When he reached his friend's house, he smeared oil all over his body and took a bath. അദ്ദേഹം എവിടെ എത്തി? ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മേത്തെല്ലാം ഓയിലെടുത്ത് തേച്ചു. എന്നിട്ട് നല്ലൊരു കുളി പാസാക്കി. ദെൻ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത കാര്യം നമ്മൾ അടുത്ത പാരഗ്രാഫിലാണ് എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് മോർണിംഗ്, പിറ്റേ ദിവസം കാലത്ത്, when the narrator came back to his house, നരേറ്റർ തൻ്റെ വീട്ടിൽ വന്നപ്പോൾ, he found that a thief had stolen everything except his dirty vest. ഒരു കള്ളൻ എന്ത് ചെയ്തിരിക്കുന്നു? അദ്ദേഹത്തിൻ്റെ എല്ലാ സാധനങ്ങളും കട്ടുകൊണ്ടുപോയി. പക്ഷെ ഒരു കാര്യം മാത്രം കട്ടുകൊണ്ടുപോയില്ല. എന്താണ്? ഹിസ് ഡേർട്ടി വെസ്റ്റ്. അപ്പോൾ നമ്മളതെങ്ങനെയാ പറയാ? എക്സെപ്റ്റ് ഹിസ് ഡേർട്ടി വെസ്റ്റ്. ഡേർട്ടി വെസ്റ്റ് ഒഴികെ ബാക്കിയെല്ലാം ആ തീഫ് കട്ടുകൊണ്ടുപോയി. ഡേർട്ടി വെസ്റ്റ് എന്ന് പറഞ്ഞാൽ മുഷിഞ്ഞ ഒരു ബനിയനായിരുന്നു. അത് ആ തീഫ് എടുത്തില്ല. Thus, through this story, The Snake and the Mirror, Bashir put forward the idea of coexistence of man and other creatures in the world. അങ്ങനെ ഈ സ്റ്റോറിയിലൂടെ, ദ സ്നേക്ക് ആൻഡ് ദി മിറർ എന്ന സ്റ്റോറിയിലൂടെ ബഷീർ നിങ്ങൾക്ക് മുന്നിൽ ഒരു ഐഡിയ വയ്ക്കുകയാണ്. എന്താണ് ഐഡിയ?
കോഎക്സിസ്റ്റൻസ് ഓഫ് മാൻ ആൻഡ് അതർ ക്രീച്ചേഴ്സ് ഇൻ ദ വേൾഡ്. മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും, ഇവിടെ മറ്റ് ജീവജാലങ്ങളെ പ്രതിനിധീകരിക്കുന്നത് സ്നേക്ക് ആണെന്ന് മാത്രം. മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും ഒത്തുചേർന്ന് ജീവിക്കണം, സഹകരണത്തോടുകൂടി ഒത്തുചേർന്ന് ജീവിക്കാനുള്ളതാണ് ഭൂമി എന്നുള്ള ഒരു ഐഡിയ കൂടി കഥാകാരനായ ബഷീർ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നു എന്നുള്ളതിനുള്ള വാക്കാണ് പുട്ട് ഫോർവേഡ്. Put forward the idea of coexistence of man and other creatures in the world. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എഴുതിയെടുക്കുക, ഉഷാറായിട്ട് പഠിക്കുക. 2, 3, 4 പ്രാവശ്യം നമ്മൾ ഇത് കേട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഇംഗ്ലീഷ് വാക്കുകളും ഐഡിയകളും എക്സാം സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരുള്ളൂ. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുക, പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു പഠന ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. With lots of love, EnglishEnglu.